മക്കളെ എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, വർണ്ണ മനോഹരമായിട്ടുള്ള ഈ കെട്ടുകാള മഹോത്സവം കണ്ടില്ലേ? ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയുടെ മാത്രം പ്രത്യേകതയാണ്. അതായത് 28 ഓണം കഴിഞ്ഞ് 28ാമത്തെ ദിവസമുള്ള തിരുവോണ നാളിൽ കെട്ടുകാള ഓച്ചിറയുടെ 52 കരകളിൽ നിന്നും 200-ൽ പരം കെട്ടുകാളകളാണ് ഇവിടെ അണിനിരക്കുന്നത്. 72 അടി പൊക്കമുള്ളത് മുതൽ ചെറിയ കാള വരെ ഉൾപ്പെടുന്ന ഒരു നിരയാണ്. അപ്പം ഞങ്ങളുടെ ഓച്ചിറയുടെ മാത്രം പ്രത്യേകതയായ ഉത്സവമാണ്. വളരെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇഷ്ടം പോലെ വന്നുപെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഓച്ചിറ പടനിലം എന്ന് പറയുന്നത്. ഇവിടെ അമ്പലം ഇല്ലാതെ ആൽത്തറയിലാണ് ഇവിടുത്തെ പരബ്രഹ്മ മൂർത്തി കുടികൊള്ളുന്നത്. അപ്പം ഇവിടെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ്. നാനാഭാഗത്തു നിന്നുള്ള അന്തേവാസികൾ ഒക്കെ ഉള്ള ഒരു അന്നദാന മന്ദിരം കൂടിയാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 3-ാം തീയതിയാണ് ഓണം. 2-ാം തീയതി വിശേഷങ്ങളാണിത്. നമ്മുടെ ഓച്ചിറ അമ്പലത്തിൻ്റെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കാളകെട്ട് സമിതികളുടെ കാളയുടെ മൂട്ടിലൊക്കെ പോയി അവിടെ നമ്മുടെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് അവിടെ കാള കെട്ടും. ആ കാള കെട്ടുന്ന സന്ദർഭങ്ങളിൽ കാളയുടെ ശിരസ് പൂജിച്ച് കാളയുടെ കെട്ട് ഉത്സവത്തിൻ്റെ അന്ന് വരെ വെക്കുകയും അതുപോലെ തന്നെ ഉത്സവത്തിന് മുമ്പുള്ള കലാപരിപാടികളാണ് കാളയുടെ മൂട്ടിലുള്ള കലാപരിപാടികൾ, കലാദൃശ്യങ്ങൾ. ഇതൊക്കെ കുറച്ച് കാളയുടെ ഇടത്തൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ കുറേ കാളകളാണ് ഇത്. അങ്ങനെ കുറേ കാളകളെയൊക്കെ കണ്ടു. അവിടുത്തെ ഒരു കാള മൂട്ടിലെ ഒരു കുഞ്ഞു മോള് പാട്ട് പാടുകയാണ്. പിന്നെ അവിടുത്തെ ചെറിയ കാള അവിടെ അടുത്ത വർഷത്തേക്കുള്ള കാള ശിരസാണ്. ഇത് നമ്മളുടെ ഏഷ്യയിലെ ഏറ്റവും പൊക്കം കൂടിയ കാളയുടെ നിർമ്മാണമാണ്. കാലഭൈരവൻ കണ്ടില്ലേ? അതിനെ കാണാനുള്ള തിരക്കാണ്. 2-ാം തീയതി ദൃശ്യമാണ്. അവിടെ വെടിക്കെട്ടും ഒക്കെ സമാപനമൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ഉള്ള കലാപരിപാടി നമുക്ക് 28ാം ദിവസത്തെ പരിപാടിയാണ്. കാളകളൊക്കെ തുടങ്ങി വരികയാണ്. ബാൻഡുമേളത്തോടുകൂടി കലാപരിപാടികൾ, പുരുഷ കേസരികൾ അണിനിരക്കുന്നതും അതുപോലെ തന്നെ പല കലാപരിപാടികളോടുകൂടി ഭാരതത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കാളയായ കാലഭൈരവൻ്റെ ബാൻഡുമേളം ഹിന്ദി ബാൻഡ് ഗ്രൂപ്പാണ്. അതാണ് ആ ബാൻഡുകളാണ്. കണ്ടില്ലേ? നമ്മുടെ കാലഭൈരവനാണത് ഏറ്റവും വലിയ ഉയരം കൂടിയ കാലം. കഴിഞ്ഞ വർഷം ഇത് ഒടിഞ്ഞു വീണായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ഓരോരോ പ്രദേശത്തുള്ള കാളകളും വരുന്ന ദൃശ്യങ്ങളാണിത്. കണ്ടില്ലേ? ആഘോഷങ്ങളും പാട്ടും ബഹളവും ആരവങ്ങളും എത്ര സന്തോഷപ്രദമായിട്ടുള്ള. കണ്ടില്ലേ? നാനാഭാഗത്തു നിന്നും പല കെട്ട് രീതിയിൽ അണിനിരക്കുന്ന കാളകൾ എത്ര മനോഹരമാണെന്നറിയുമോ? കണ്ടില്ലേ? നമുക്ക് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞങ്ങളുടെ ഓച്ചിറയുടെ മാത്രം പ്രത്യേകതയാണ്. വേറെയുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കെട്ടുത്സവം, കെട്ടുത്സവം, മഹോത്സവം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇത് ഞങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയും അനുഭവവും തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഓച്ചിറ വല്യച്ഛൻ്റെ മണ്ണിൽ പിറക്കാൻ സാധിച്ചത് തന്നെ നമ്മളുടെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള അങ്ങനെ പലമാതിരി ഉത്സവങ്ങളാണല്ലോ നമ്മുടെ ഓച്ചിറ വല്യച്ഛൻ്റെ മണ്ണിൽ നടക്കുന്നത്. അതിലൊരു ഉത്സവമാണ്, വലിയ ഉത്സവമാണ് ഇത്. കെട്ടുത്സവ, കാളകെട്ട് ഉത്സവ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ആൾക്കാർ, കുട്ടികൾ, മുതിർന്നവർ, പിന്നെ ബാൻഡുമേളം എന്നും വേണ്ട എന്തോരം ആനന്ദപ്രദമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഓണം കഴിഞ്ഞാൽ പിന്നെ 28 ദിവസം കഴിയുമ്പോൾ 28ാമത്തെ ദിവസമാണ് ഇത് അരങ്ങേറുന്നത്. കണ്ടില്ലേ? പുരുഷ കേസരികൾ, അതുപോലെ തന്നെ
ഫ്ലോട്ട് ഇല്ല. ഇങ്ങനെയുള്ള കൊട്ടും മേളവും ബാൻഡ് മേളവും അതുപോലെ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ആർത്ത് ഉല്ലസിച്ച് ആനന്ദ സാഗരത്തിൽ ആറാടുന്ന ഒരു നിമിഷമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, കണ്ടില്ലേ, ഏറ്റവും വലിയ കാളയാണ്. അതുപോലെ തന്നെ കാളകൾ എല്ലാം നിരന്നു. അടുത്ത 28ാം ഓണം കഴിഞ്ഞ അതിൻ്റെ അടുത്ത ദിവസം, അതായത് 4-ാം തീയതി കാളകളെല്ലാം നിരന്ന ദൃശ്യം കാണാനായിട്ട് ഞങ്ങൾ പോയായിരുന്നു. ആ കാഴ്ചകളാണിത്. കണ്ടില്ലേ, ആൾക്കാരും തിക്കും തിരക്കും ചവിട്ടുകൊള്ളുകയും ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസ് 1-2 ആംബുലൻസ് പോയി. തട്ടുകയും മുട്ടുകയും ഉരുണ്ട് വീഴുകയും മറിഞ്ഞു വീഴുകയും മുറിവും ചതവും ഒടിവും ശരീരം കുഴയുക അങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളായിട്ട് ആംബുലൻസ് ഒക്കെ കടന്നുപോയി. 1-2 എണ്ണം കടന്നുപോയി. കണ്ടില്ലേ, എത്ര ഒരു ഇങ്ങനെ ഒരു അനുഭൂതി എന്ന് പറയുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദമാണിത്. കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടുള്ള ആ കാഴ്ച കണ്ടില്ലേ. ഗജവീരന്മാരെല്ലാം കെട്ട് കണ്ടില്ലേ നിരന്ന് നിൽക്കുന്നത് കണ്ടൊരു എന്തോ എമർജൻസി നടന്നിട്ടുണ്ട്. അപ്പം ആംബുലൻസ് വീണ്ടും വരികയാണ്, അതോ ആൾക്കാരെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഫ്രണ്ടിൽ പോയി ഈ ക്യാമറ വെച്ച് ഫ്രണ്ടിൽ പോയി എടുക്കാൻ പറ്റിയില്ല. കാരണം തിക്കും തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ബാക്കിൽ നിന്നാണ് ഞാനിതെല്ലാം പകർത്തിയെടുത്തത് കേട്ടോ മക്കളെ. അപ്പം ഇങ്ങനെയൊരു കാഴ്ച നിങ്ങളെ കൂടെ കണ്ടിട്ടില്ലാത്തവർക്ക് കേട്ടോ, പലരും കണ്ടിട്ടുള്ളവരായിരിക്കും, കണ്ടിട്ടില്ലാത്തവരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദൃശ്യം പകർത്തിയെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എനിക്കാണെങ്കിൽ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ പോകാറുള്ളതാണ്. ഈ വർഷം ഓണത്തിൻ്റെ അന്ന് ഞാൻ പോയില്ല. നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡാണ് പോയി ദൃശ്യങ്ങളൊക്കെ എനിക്ക് പകർത്തി കൊണ്ട് തന്നത്. ദൂരെ നിന്ന് അന്ന് ഭയങ്കര തിരക്കായിരുന്നല്ലോ. ഇങ്ങനെ വണ്ടി ഈ ചട്ടക്കൂട്ടിലാണല്ലോ നമ്മുടെ ഈ കാളകളെ ചട്ടക്കൂട്ട് വലിച്ചു കൊണ്ട് പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്നും വരാൻ സാധിക്കാതെ പോയത്. അങ്ങനെയാണ് നമ്മൾ 4-ാം തീയതി വന്ന് അന്നാണ് കാണാനുള്ളത് നമുക്ക്. 4-ാം തീയതി, അതായത് ഉത്സവം കഴിയുന്നതിൻ്റെ അടുത്ത ദിവസം, അപ്പോഴാണ് നമുക്ക് നിരന്ന് നിൽക്കുന്ന കാളകളെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയിലാണ് ഞങ്ങൾ വന്നത്. ഇന്നും ഇപ്പോഴും കാളകൾ കുറേയൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റാനുണ്ട്, അഴിച്ച് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൊരു അമ്മ തട്ടി, ഞാൻ കൈ കൊണ്ടങ്ങോ തട്ടും കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ അമ്മ അങ്ങ് പോയി കേട്ടോ. എൻ്റെ കയ്യിലോട്ട് കാശുമില്ലായിരുന്നു ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. 10 രൂപ വേണമെന്നൊക്കെ അമ്മ പറഞ്ഞു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ മക്കളെ, ഇത് കണ്ടില്ലേ, ജനങ്ങളൊക്കെ അങ്ങ് എന്തൊരു ആകാംക്ഷ. നാനാഭാഗത്തുള്ള ജനങ്ങളാണ് ആ തിങ്ങിക്കൂടിയിരിക്കുന്നത്. അവിടെ ദൂരെയൊക്കെയുള്ള സ്ഥലത്തുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അവിടെ ലോഡ്ജ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം ആൾക്കാർക്കൊക്കെ സ്ഥലം ഇല്ല താമസിക്കാനായിട്ട്. 2-3 ദിവസത്തേക്ക് മുമ്പേ വന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഈ ഓച്ചിറ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ. അപ്പോൾ മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഴയതുപോലെ അമ്മയെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അമ്മയെ കൊണ്ട് പറ്റുന്നത് ഒക്കെ അമ്മ പകർത്തി എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മക്കളെ. അപ്പം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും നന്ദി, നമസ്കാരം മക്കളെ. എത്ര കണ്ടാലും മതി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത്